So welcome dear students, welcome to Big Learning. അപ്പോൾ നമ്മൾ ഇൻസ്പെക്ടർ ഓഫ് ലെഗൽ മെട്രോളജിയുടെ ബേസിക് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ്സ് ക്ലാസ് ആണത്. എസെൻഷ്യൽസ് ഓഫ് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ PMMC. ഇതിൽ നമുക്ക് കൂടുതലായിട്ടും ഇതിന്റെ സ്ട്രക്ചർ അതേപോലെ തന്നെ വർക്കിംഗ് ഇത് രണ്ടുമാണ് മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നുള്ള MCQs ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിൽ നിങ്ങൾക്കറിയാം 3 ടൈപ്പ് ടോർക്കുകളെ പറ്റിയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ടോർക്ക്, പിന്നെ ഡാമ്പിംഗ് ടോർക്ക്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ശരിക്കും നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക്കലി ആണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെ, ഇലക്ട്രോ മാഗ്നറ്റിക് ആണ്. അതിന്റെ കോസ് എന്ന് പറയുന്നത് കോയിലിലൂടെ പോകുന്ന കറണ്ട് അല്ലെ, വി ക്യാൻ സേ കറണ്ട് ത്രൂ കോയിൽ. കൺട്രോളിംഗ് ടോർക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? കൺട്രോളിംഗ് ടോർക്ക് നമ്മൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് 2 ബേസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കൺട്രോളിംഗ് ടോർക്കും റീസ്റ്റോറിംഗ് ടോർക്ക് എന്നും പറയും. അപ്പോൾ കൺട്രോളിംഗ് ടോർക്ക് ബേസിക്കലി ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഫോഴ്സ് തന്നെയാണ്. അത് ഇലക്ട്രോ മാഗ്നറ്റിക്കൽ ആയിട്ടുള്ള ഫോഴ്സ് അല്ല, ഒരു ഫിസിക്കൽ ഫോഴ്സ് ആണ്. ഈ ഫോഴ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്പ്രിങ് വെച്ചാണ് അല്ലെ, ഒരു ഹെലിക്കൽ സ്പ്രിങ് വെച്ചാണ്. അപ്പോൾ ഈ 2 ടോർക്കുകൾ എന്തുകൊണ്ട് ബേസിക്കലി ഇതിനെ ടോർക്ക് എന്ന് വിളിക്കുന്നു? ഈ 2 ടോർക്കുകൾ ഈക്വൽ ആവുന്ന സമയത്ത് എന്താണ് നടക്കുന്നത്? അതിന് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനും സെക്കൻഡ് ലോ ഓഫ് മോഷനുമായിട്ട് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? അങ്ങനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഡെറിവേഷൻ, ഒരു 3 സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെറിവേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ക്ലാസ് ഇപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് റെഫർ ചെയ്താൽ മതി. ഇനി ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള ഡാമ്പിംഗ് ടോർക്കിനെ പറ്റിയാണ്. ഈ ഡാമ്പിംഗ് ടോർക്കാണ് നമ്മൾ ബേസിക്കലി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങിയതെന്ന് തോന്നുന്നു. ഇല്ല, പറഞ്ഞിട്ടില്ല. നമ്മൾ ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്ന ഹെഡിങ് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? യെസ്. അപ്പോൾ ബേസിക്കലി എന്താണ് ഡാമ്പിംഗ്? ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? നിങ്ങളൊരു റബ്ബറിൻ്റെ ബോൾ എടുത്തിട്ട്, ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ സൈസിലുള്ള അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ എടുത്തിട്ട് നിങ്ങൾ ഒരു 1 മീറ്റർ ഹൈറ്റിൽ നിന്ന് നിങ്ങൾ തറയിലേക്ക് ഇട്ടാൽ, സോളിഡ് ആയിട്ടുള്ള ഒരു തറയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നടക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ആദ്യം ഈ ഒരു ബോള് തറയിൽ വന്ന് ഹിറ്റ് ചെയ്യും. ഹിറ്റ് ചെയ്ത ശേഷം അത് റീബൗൺസ് ചെയ്യും അല്ലേ, ഒന്നുകൂടി ബൗൺസ് ചെയ്യും. പക്ഷേ നമ്മൾ ഏത് ഹൈറ്റിൽ നിന്നാണ് ഇട്ടത് അത്ര ഹൈറ്റിലേക്ക് അത് ബൗൺസ് ചെയ്യില്ല. അങ്ങനെ സമയം മുമ്പോട്ട് പോകുന്തോറും മൾട്ടിപ്പിൾ ബൗൺസിങ് നടക്കും. അവസാനം ഈ ഒരു ബോള് കംപ്ലീറ്റ്ലി ഡാംപ് ആവും. അപ്പം അതാണ് ഡാമ്പിംഗ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ്. അപ്പം ഡാംപ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്ന ഒരു മോഷൻ, അതൊരു ഓസിലേറ്റ്. അപ്പം നമ്മൾ നേരെ ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കിനെ പറ്റി നമ്മൾ പറഞ്ഞു. അത് ഇന്നത്തെ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ നേരെ ഡാമ്പിങ്ങിലേക്ക് പോവാണ്. സോ ഡാമ്പിംഗ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു മീറ്റർ ബിഹേവ് ചെയ്യുക, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മീറ്റർ ബിഹേവ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ 1ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. നിങ്ങൾ ഏകദേശം ഒരു 10-15 കൊല്ലം പഴക്കമുള്ള വാഹനങ്ങളുടെയൊക്കെ സ്പീഡോമീറ്റർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. പഴയ ബസ്സിൻ്റെയൊക്കെ നിങ്ങൾ ഡ്രൈവറുടെ അടുത്ത് പോയി നോക്കിയാൽ മതി. ഒരു 50 കിലോമീറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണെങ്കിൽ ഇതിൻ്റെ മീറ്റർ 40-നും 60, 50, 30 ലൈക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാജുവേഷൻസ് ഉണ്ടാവും അല്ലേ? യെസ്. അപ്പോൾ ഇതിൽ ഡാമ്പിംഗ് ഇല്ലാത്തൊരു സിസ്റ്റം ആണെങ്കിൽ ഒരിക്കലും ഈ പോയിന്റർ വളരെ കൃത്യമായിട്ട് 50 കിലോമീറ്റർ എന്ന് പറയുന്ന മാർക്കിൽ പോയി നിൽക്കില്ല. അതിന് പകരം ഇത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഏകദേശം ഒരു 2 മില്ലിമീറ്ററോളം ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഒരു വൈബ്രേഷൻ ഈ ഒരു പോയിന്ററിനുണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ ഒരു വൈബ്രേഷൻ പോയിന്ററിനുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എത്രയാണ് ആ പോയിന്റർ കാണിക്കുന്നതെന്ന് റീഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് ഡാമ്പിംഗ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഡാമ്പിംഗ്. യെസ്.
അപ്പോൾ ഇത് വാഹനങ്ങളുമായിട്ട് കുറേ കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അതായത് ഇപ്പം നിങ്ങൾ ഷോക്ക് അബ്സോർബർ കണ്ടിട്ടില്ലേ വണ്ടിയുടെ? ഏത് വാഹനത്തിൻ്റെ, ഇപ്പോൾ ബൈക്കിൻ്റെ ആണെങ്കിൽ കാറിൻ്റെ ആണെങ്കിൽ ഷോക്ക് അബ്സോർബറൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ രണ്ട് ഭാഗങ്ങളുണ്ടാവും. ഒരു സ്പ്രിങ്ങും ഉണ്ടാവും, ആ സ്പ്രിങ്ങിൻ്റെ ഉള്ളൊരു ഡാമ്പർ ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഡാമ്പർ എന്ന് പറഞ്ഞാൽ സ്പ്രിങ് അല്ലാതെ ബാക്കി ആ ഒരു പർട്ടിക്കുലർ അസംബ്ലിയിലുള്ള ഭാഗത്തിന് നമ്മൾ ഡാമ്പർ എന്ന് പറയുന്നത്. ഒരു സിറിഞ്ച് ഇഞ്ചക്ഷൻ വെക്കാനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിറിഞ്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ടിപ്പെങ്കിൽ ഇതിനകത്ത് സ്പ്രിങ് ഇല്ല, ഇതിനകത്ത് ഡാമ്പർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു സൈക്കിൾ പമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സൈക്കിൾ പമ്പിൽ ഒരു ഡാമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഇത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇത്തരത്തിലുള്ളൊരു മോഷൻ നമുക്കിപ്പോൾ ഈ മീറ്ററിലാണെങ്കിൽ ആ മീറ്ററിൽ അങ്ങനെ ഒരു മോഷൻ വരുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യണം, അല്ലേ? നിങ്ങളൊരു കുഴിയിൽ ചാടുകയാണെങ്കിൽ ആ കുഴിയിൽ ചാടുന്ന സമയത്തും അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഓസിലേഷൻ ഈ ഒരു ഷോക്ക് അബ്സോർബറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഷോക്ക് അബ്സോർബർ നമ്മൾ വെക്കുന്നത് എന്തിനു തന്നെയാണ്? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ്, അല്ലേ? യെസ്. അതേപോലെ നേഴ്സുമാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് സിറിഞ്ച് വെച്ച് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്, അല്ലേ? ഇപ്പം ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴും ആക്ച്വലി ഇത്ര ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇത്ര ടൈം കൊണ്ട് സ്റ്റഡി ആയിട്ട് നമ്മളെ ബോഡിയിലേക്ക് കയറണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹയർ പൊട്ടൻഷ്യലിലേക്ക് പോയി കഴിഞ്ഞാൽ ദർ ഇസ് സംതിങ് കോൾഡ് ഇൻഫ്യൂഷൻ പമ്പ്. നിങ്ങളൊരു ജനറൽ നോളജിന് വേണ്ടി പറയാം കേട്ടോ. ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഒരു സിറിഞ്ച് ഉണ്ട്. ആക്ച്വലി അത് സിറിഞ്ച് അല്ല, ഒരു പമ്പ് അടക്കമുള്ള ഒരു മെക്കാനിസം ആണ്. അപ്പം ചില അസുഖങ്ങൾക്കൊക്കെ ചിലപ്പം 48 മണിക്കൂർ കൊണ്ട് 10 ml മരുന്ന് അല്ലെങ്കിൽ 5 ml മരുന്ന് നമ്മൾ ബോഡിയിലേക്ക് കയറണം. അങ്ങനെയുള്ള അത്രയും ടൈം ഡിലേ വരുന്ന മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കും ഒരു സിറിഞ്ച് കൈകൊണ്ട് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് പ്രസ് ചെയ്ത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നമുക്ക് ഒരിക്കലും സ്റ്റഡി ആയിട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ മരുന്നിൻ്റെ ഫ്ലോ അത്ര സ്റ്റഡി ആയിരിക്കണം. ഓക്കെ, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ ഈ ഡാമ്പിങ് കൊണ്ടുവരുന്നത് ബേസിക്കലി എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡാമ്പിങ് ഉള്ള ഒരു സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ കാറുകളുടെയൊക്കെ സ്പീഡോമീറ്റർ നോക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് വളരെ സ്റ്റഡി ആയിട്ടായിരിക്കും ആ മീറ്ററും പോകുന്നത്. ആ മീറ്ററിന് ഒരു ചെറിയ വൈബ്രേഷൻ പോലും ഉണ്ടാവില്ല. യെസ്. അപ്പം അങ്ങനെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓസിലേഷൻസ് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാമ്പിങ് ഉപയോഗിക്കുന്നു. പലതരത്തിൽ നമുക്ക് ഈ ഡാമ്പിങ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പം എന്ത് ടൈപ്പ് ഡാമ്പിങ് ടെക്നിക്കാണ് നമ്മൾ PMMCയിൽ കൊണ്ടുവരുന്നത് എന്നാണ് ചോദ്യം ചോദിക്കുക. അപ്പം അതിൻ്റെ ഡയറക്റ്റ് ആൻസർ ഈസ് നത്തിങ് ബട്ട് എഡ്ഡി കറണ്ട് ഡാമ്പിങ്. എഡ്ഡി കറണ്ട് ഡാമ്പിങ് ഇതാണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ മീറ്ററിൽ ഉപയോഗിക്കുന്നത്. അഗെയിൻ, പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തളക്കാൻ മാത്രമുള്ളതാണ്? AC മാത്രമാണോ DC മാത്രമാണോ? ഏതാണ് ഹരി? അതോ ACയും DC അളക്കാൻ പറ്റുമോ? പറഞ്ഞോളൂ. DC ഓൺലി ആണ്. യെസ്, ഓക്കെ. സോ ദാറ്റ് ഇസ് എ കൺസെപ്റ്റ് ആക്ച്വലി. ഇനി നമുക്ക് എങ്ങനെയാണ് എഡ്ഡി കറണ്ട് ഡാമ്പിങ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതായിരുന്നു നമ്മളുടെ PMMC മീറ്റർ, അല്ലേ? ഇതിനകത്ത് കോയിൽ ഏതാണ്, ഹെയർ സ്പ്രിങ് എവിടെയാണ്, ഇവിടെ നടുക്ക് വെച്ചിരിക്കുന്ന ഈ ഗ്രേ കളറിൽ കാണുന്ന സിലിണ്ടർ നമ്മൾ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി ബേസിക്കലി എഡ്ഡി കറണ്ട് എങ്ങനെയാണ് ജനറേറ്റ് ആവുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പം ഒരു മെറ്റൽ പീസ്, അതായത് കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന സർഫസിൽ മാത്രമേ എഡ്ഡി കറണ്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, ആൻഡ് ഈ എഡ്ഡി കറണ്ട് മറ്റൊരു പേരും കൂടിയുണ്ട്, ഫോക്കോൾട്ട് കറണ്ട് കേട്ടോ. ഫോക്കോൾട്ട് കറണ്ട് എന്നൊരു പേരും കൂടിയുണ്ട്. ഇപ്പം അത് ഉപയോഗിക്കാറില്ല, പക്ഷെ നിങ്ങളൊരു 90s അല്ലെ 2000 മുമ്പൊക്കെ പബ്ലിഷ് ചെയ്ത ബുക്കുകൾ വായിക്കുകയാണെങ്കിൽ എഡ്ഡി കറണ്ട് എന്നല്ല ഉണ്ടാവുക, ഫോക്കോൾട്ട് കറണ്ട് എന്നാണ് ഉണ്ടാവുക. ഓക്കെ, സോ ബേസിക്കലി എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇറ്റ്സ് വെരി സിമ്പിൾ. ആക്ച്വലി നിങ്ങളൊരു കണ്ടക്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്ലേറ്റിൻ്റെ അടുത്ത് നിങ്ങളൊരു മാഗ്നറ്റിക് എഫക്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ഞാനൊരു മാഗ്നറ്റ് അല്ല കൊണ്ടുവന്ന് വയ്ക്കുന്നത്, പകരം ഞാനൊരു കോയിൽ എടുത്തിട്ട് ആ കോയിലിലൂടെ ഒരു കറണ്ടാണ് കടത്തിവിടുന്നത്.
അപ്പോൾ ഓഫ് കോഴ്സ് ഒരു കറണ്ട് ഒരു കോയിലിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിൽ നിന്ന് ഫ്ലക്സ് ലൈൻസ് ഇങ്ങനെ പുറപ്പെടും അല്ലേ? യെസ്, ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ഈ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ നേരെ നമ്മളുടെ ഈ കണ്ടക്ട് ചെയ്യുന്ന താഴെ വെച്ചിട്ടുള്ള ഒരു സി ഡിയുടെ ഷേപ്പിലുള്ള ഒരു പ്ലേറ്റ് ആണെന്ന് വിചാരിച്ചു. ഈ പ്ലേറ്റിൽ വന്ന് തട്ടുന്നു. അപ്പം ഈ ഒരു പ്ലേറ്റിൽ വന്ന് തട്ടുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് എഡ്ഡി കറണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ, ഈ മാഗ്നറ്റിക് ഫ്ലക്സ് വന്ന് ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന ഇലക്ട്രോൺസ്, ഇവിടെയാണ് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് നമ്മൾ മെറ്റാലിക് ഡിസ്കിൽ. ഈ ഡിസ്കിൽ വന്ന് തട്ടുമ്പോൾ അതെന്ത് ചെയ്യും? നിങ്ങൾക്കറിയാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ മാഗ്നറ്റിക്കൽ സിസ്റ്റം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്ററി ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങളുടെ കയ്യിൽ ഒരു മാഗ്നറ്റിക് സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. തിരിച്ചും ഇലക്ട്രിക്കൽ എനർജി കയ്യിലുണ്ടെങ്കിൽ അവിടുന്ന് ഒരു മാഗ്നറ്റിക് എനർജി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇവിടെ എനർജി ഇല്ലാതെ ബോണ്ടഡ് ആയിരിക്കുന്ന ഇലക്ട്രോൺസ് ആക്ച്വലി അതിന് ലാറ്റിസിലൂടെ ഓടാൻ പറ്റും. അപ്പം അതാണ് സംഗതി. ഇതിലൂടെ ഈ മാഗ്നറ്റ് ഫ്ലക്സ് തട്ടുന്ന സമയത്ത് ഇതിൽ ഒരു കറണ്ട് ഉണ്ടാവും. ഈ കറണ്ടിനെയാണ് നമ്മൾ എഡി കറണ്ട് എന്ന് പറയുന്നത്. ഫർദർ നിങ്ങൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആക്ച്വലി ഇതുകൊണ്ട് കൺവിൻസിങ് ആവില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് ഉണ്ടാവുന്നുള്ള പ്രോപ്പറായിട്ട് മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് നമ്മളുടെ ആവശ്യത്തിന് ഇത്രയും മതി എന്നുള്ളതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കറണ്ട് ഉണ്ടായി. ഈ കറണ്ട് ലൈക്ക് സർക്കുലേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയതുകൊണ്ട് ഈ കറണ്ട് തിരിച്ചൊരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന കൺസെപ്റ്റ് ഈസ് വെരി സിമ്പിൾ. ഫ്ലക്സ് കാരണം ഒരു കറണ്ട് ഉണ്ടായി, ആ കറണ്ട് കാരണം തിരിച്ചൊരു ഫ്ലക്സ് ഉണ്ടായി. അപ്പം ഒരു ഫ്ലക്സ് ഈ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നു അല്ലേ? അടുത്ത ഫ്ലക്സ് ഈ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യാം. അതായത് എഡ്ഡി കറണ്ട് കാരണം മറ്റൊരു ഫ്ലക്സ് എഡ്ഡി കറണ്ടിൽ നിന്ന് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു തമ്മിൽ ഒപ്പോസിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒപ്പോസിങ് ആയിട്ടുള്ള ഈ ഒരു ആക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, സിൻസ് ദ വേർഡ് ഒപ്പോസിങ്, അത് എപ്പോഴും എന്ത് ചെയ്യും? ഇതിനെ കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നിങ്ങളുടെ പോയിന്റർ, ലെറ്റ്സ് നിങ്ങളുടെ പോയിന്റർ മൂവ് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ ഈ മൂവ്മെന്റ് കാരണം ഉണ്ടാവുന്ന എഡ്ഡി കറണ്ട് ശരിക്കും തിരിച്ച് ഈ പോയിന്ററിനെ എന്ത് ചെയ്യും? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പുഷ് ചെയ്യും. അപ്പം അത് ഈക്വൽ എമൗണ്ട് ഒന്നും ആയിരിക്കില്ല. നിങ്ങൾക്കറിയാം, ഇപ്പം ഇതൊരു മേ ബി നമുക്ക് വേണമെങ്കിൽ ഒരു 10:1 റേഷ്യോയിൽ കണക്കാക്കാം. ഓക്കെ, ഒരു 10 ടെസ്ല ഫ്ലക്സ് കോയിൽ നിന്ന് ഡിസ്കിലേക്ക് വന്നാൽ ഒരു ടെസ്ലയെ തിരിച്ച് എങ്ങോട്ട് പോകുള്ളൂ, കാരണം അത്ര വീക്കർ ആയിരിക്കും. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഈ 10 എന്നുള്ള മാറി 9ലേക്ക് മാറും. അപ്പോൾ എപ്പോഴൊക്കെ ഈ ഓസിലേഷൻ കാരണം ഒരു മൂവ്മെന്റ് ഈ പോയിന്ററിന് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഉണ്ടാവുന്നോ, തിരിച്ച് റിവേഴ്സ് ഡയറക്ഷനിൽ എഡി കറണ്ട് എന്ത് ചെയ്യും? അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കും. അപ്പോൾ എപ്പോഴും കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. റൈറ്റ്. അപ്പോൾ ഇത് വളരെ വീക്കാണ്. ദിസ് ഇസ് എ പോയിന്റ് യു ആക്ച്വലി, വീക്ക് ഫോഴ്സ് ആണിത്. ഓക്കെ, അപ്പോൾ ചെറിയ കറണ്ടുകൾ അളക്കുന്ന മീറ്ററുകൾ, വളരെ വലിയ ലാർജ് കറണ്ട് അളക്കുന്ന മീറ്ററിലൊന്നും ഈ സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ DC അളക്കുന്ന മീറ്ററാണ് PMMC എന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ ശരിക്കും ഇലക്ട്രോണിക്സിലെ കൈകാര്യം ചെയ്യുന്ന DCയിൽ കറണ്ട് എത്ര വരേക്കാണ്? IC ചിപ്പുകളിലും സർക്യൂട്ടുകളിലൊക്കെ. IC ചിപ്പുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് 5 മില്ലി ആംപിയർ തൊട്ട് 10 മില്ലി ആംപിയർ വരെയാണ് അല്ലെ? മൈക്രോ കൺട്രോളേഴ്സിന്റെ ഔട്ട്പുട്ട്, IC ചിപ്പുകളുടെ ഔട്ട്പുട്ട് ഒക്കെ 5 to 10 മില്ലി ആംപിയർ ആണ്. ഇനി പോട്ടെ, ഏറ്റവും കൂടുതൽ നിങ്ങൾ AC ഉപയോഗിക്കുന്ന പവർ സപ്ലൈ അല്ലാന്ന് വിചാരിച്ചു. പവർ സപ്ലൈയിൽ വരെ ഏകദേശം നമ്മൾ ഒരു 2 മുതൽ ഒരു 3 ആംപിയർ വരെ, അതിൽ കൂടുതലൊന്നും കറണ്ട് നമ്മൾ നോർമലി DCയിൽ ഉപയോഗിക്കാറില്ല. പക്ഷെ നമ്മൾ AC പോകുമ്പോഴോ, AC പോകുമ്പോൾ നമ്മൾ വീട്ടിലുള്ള ഉപകരണങ്ങൾ ഏകദേശം 10 ആംപിയർ തൊട്ട് 15 ആംപിയർ വരെ കറണ്ട് വലിക്കുന്ന എക്യുപ്മെന്റ്സ് ഉണ്ട്. നിങ്ങളുടെ AC, അയൺ ബോക്സ്, ഇതൊക്കെ 10ഉം 15 അല്ലേ, വലിയ മോട്ടറുകൾ. അപ്പം ഇത്തരത്തിലുള്ള വലിയ കറണ്ടുകൾ പോകുന്ന സ്ഥലത്ത് കോഴ്സ് AC ആണ്, നമുക്ക് PMMC കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് MI മീറ്റർ ആണ്, മൂവിങ് അയൺ മീറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂവിങ് അയൺ മീറ്ററിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? എഡ്ഡി കറണ്ട് ഡാമ്പിങ് ഉപയോഗിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ എ വീക്ക് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക, എഡ്ഡി കറണ്ട് ഡാമ്പിങ് എന്താണെന്നുള്ളത്. യെസ്, ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ പല ടൈപ്പ് ഡാമ്പിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കൺട്രോൾ സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ +2 ഇത് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. 3 ടൈപ്പ് ഡാമ്പിംഗ് ആണുള്ളത്. നമുക്ക് 3 ടൈപ്പിൽ ഡാമ്പ് ചെയ്യാം.
ഒന്ന് അണ്ടർ ഡാമ്പിംഗ് ആണ്, വേറൊന്ന് ഓവർ ഡാമ്പിംഗ് ആണ്, വേറൊന്ന് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ആണ്. ഓക്കെ, അപ്പം എന്താണ് അണ്ടർ ഡാംപ്ഡ് എന്ന് പറഞ്ഞാൽ? അപ്പം ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഡിസൈൻ എഞ്ചിനീയേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഒരു വാക്കുണ്ട്, ഡാമ്പിംഗ് കോഎഫിഷ്യന്റ്. അപ്പോൾ അതിനെ ശരിക്കും സീറ്റ എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക, സീറ്റ കേട്ടോ. അപ്പോൾ ഈ സീറ്റാൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0, അതേപോലെ സീറ്റാൻ്റെ വാല്യൂ ലെസ് ദാൻ 0, സീറ്റാൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് ഈക്വൽ ടു 1, ഇങ്ങനെ 3 കേസസ് ആണ് ഈ പറയുന്നത്. അപ്പോൾ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എത്ര നല്ല ഡാമ്പിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ശരിക്കും നമുക്ക് അധികമായാലും കുഴപ്പമാണ്, ആവശ്യമുള്ളതിലും കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പോൾ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് നിങ്ങൾ വേണ്ടതിലും അധികമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആക്ച്വലി ആ സിസ്റ്റം അണ്ടർ ഡാംഡ് ആവും. എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ ഓസിലേഷൻ ഉണ്ടാവും. നമ്മൾ ഡാമ്പിംഗ് കൊണ്ട് എന്ത് എഫക്റ്റ് ആണോ നമ്മൾ ദൂരീകരിക്കാൻ ശ്രമിക്കുന്നത്, അതൊരിക്കലും നടക്കില്ല. പിന്നെ നിങ്ങൾ 0 കുറവാവുകയാണെങ്കിൽ, വളരെ കുറയുക, അപ്പോൾ ഒരു 0.8 0.7 ഒക്കെയാണ് ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് വാല്യൂ വരുന്നതെങ്കിൽ അത് ഓവർ ഡാംഡ് ആവും. ഓവർ ഡാംഡ് ആകുമ്പോഴുള്ള പ്രശ്നം എന്താ? നിങ്ങൾ നോക്കി, ഇത് ഫൈനൽ റീഡിംഗ് ആണ്. സപ്പോസ് ഇതാണ് ഫൈനൽ റീഡിംഗ്, ഓക്കെ, അല്ലെങ്കിൽ ഇതാണ് ഇപ്പോൾ 3ന്റെ ഒരു ആവറേജ് ഫൈനൽ റീഡിംഗ് ആയിട്ട് നമുക്ക് വരയ്ക്കാം അല്ലേ. അപ്പോൾ ഇത് 100 വിചാരിച്ചോ. നമുക്ക് അണ്ടർ ഡാംഡ് ആയിട്ടുള്ള കേസ്, അതായത് സീറ്റാൻ്റെ വാല്യൂ 1ൽ കൂടുതലായിട്ടുള്ള കേസിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, വളരെ ഷോർട്ട് ടൈം, ഇത്രയും ടൈം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഈ സിസ്റ്റം വാല്യൂ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഇത് എന്തായിപ്പോയി, ബൗൺസ് ആയിപ്പോയി. ഇങ്ങനെ ബൗൺസ് ആയി പോകുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഓവർ ഷൂട്ട് കേട്ടോ. ഓവർ ഷൂട്ട്, ജസ്റ്റ് ഈ വാക്കുകളൊക്കെ ഒന്ന് കേട്ട് വെച്ചാൽ മതി, ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യം വരില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓവർ ഷൂട്ട് ആയി പോയി കഴിഞ്ഞാൽ വീണ്ടും ഓസിലേഷൻസ് വരും. ഇനി അടുത്തത് ഓവർ ഡാംഡ് ആണ്. നമുക്ക് ഓവർ ഡാംഡ് അച്ചീവ് ചെയ്തു, പക്ഷെ എത്ര സമയം എടുത്തു നിങ്ങൾ നോക്കുക. ഇത്രയും സമയം എടുത്തു അല്ലേ. നമുക്ക് ഇങ്ങനെ ഇത്രയും സമയം എടുത്ത് സെറ്റിൽ ചെയ്താൽ മതിയോ? നിങ്ങൾ കാറ് 50 കിലോമീറ്റർ സ്പീഡിലേക്ക് വണ്ടി ഓടിച്ചെത്തിച്ചു, 0ൽ നിന്ന് 50ലേക്ക് വണ്ടി ഓടിച്ചെത്തിച്ചു. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡയലിൽ 50 വന്നാൽ മതിയോ? അല്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സ്പീഡ് എത്രയാണ്, അത് അപ്പം തന്നെ ആ മീറ്റർ കാണിച്ചു തരണം, എന്നാലല്ലേ നമുക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടേ അത് കാണിക്കുകയുള്ളൂ, അത്രയും സ്ലോ ആയിട്ട് അത്രയും സമയം എടുക്കുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം നല്ലതല്ല, അല്ലെങ്കിൽ ആ സിസ്റ്റം ഓവർ ഡാംഡ് ആണ്. അപ്പം ഈ സമയത്തിന് നമ്മൾ ബേസിക്കലി സെറ്റിലിംഗ് ടൈം എന്നാണ് പറയുക. സെറ്റിലിംഗ് ടൈം. അപ്പോൾ സെറ്റിലിംഗ് ടൈം ആക്ച്വലി സീറ്റ കുറവാണെങ്കിൽ കൂടുതലായിരിക്കും, കുറേ സമയം എടുക്കും സെറ്റിൽ ആവാൻ. അപ്പം നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് ഇതിൻ്റെ നടുക്കുള്ള ഒരു വാല്യൂ, അതായത് ഇത് കണ്ടില്ലേ, കറക്റ്റ് ഇതിൻ്റെ നടുക്കുള്ള ഒരു പോയിന്റ്, അതിനാണ് നമ്മൾ ക്രിട്ടിക്കലി ഡാംഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കലി ഡാംഡ് എക്സാക്ട്ലി സീറ്റാൻ്റെ വാല്യൂ ഒരു 0.98 0.99 ആ ഒരു രീതിയിലേക്കൊക്കെ അച്ചീവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. ഓക്കെ, സോ എപ്പോഴും നമ്മളെ ലക്ഷ്യം എന്താണ്, ക്രിട്ടിക്കൽ ഡാംപ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം ഡിലേ ഉണ്ടാവില്ല, എന്നാൽ അധികം ലോസും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ. ജസ്റ്റ് ഈ ഡാമ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ് ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റും ഓവർഷൂട്ടും സെറ്റിലിംഗ് ടൈമും പിന്നെ ഈ 3 ടൈപ്പ് ഡാമ്പിങ്ങും. അപ്പോൾ അതെവിടെയെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അഗെയിൻ അതിൻ്റെ എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. യെസ്, ഇപ്പോൾ ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. ഡാമ്പിംഗ് ഫോഴ്സ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് സ്ലോ ആവും. ഇത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഞാൻ ഈ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയാണ്. അപ്പം എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് എന്ന് പറയുന്ന വാക്ക് എപ്പോഴും ഓർത്ത് വയ്ക്കുക. PMMC ആയിട്ട് ബന്ധപ്പെട്ട്, PMMC വളരെ ചെറിയ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ബേസിക്കലി നമ്മളൊരു ഗാൽവനോമീറ്റർ കൺവേർട്ട് ചെയ്താണ് PMMC ഉണ്ടാക്കുക. ഗാൽവനോമീറ്റർ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഒരു PMMC ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസിൽ ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ ശരിക്കും മനസ്സിലാവും. ഇത് കണ്ടോ, ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റേഴ്സ് ആൻഡ് വോൾട്ട് മീറ്റേഴ്സ്, കണ്ടില്ലേ. ഈ ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന സാധനത്തിനെ ഒന്ന് മോഡിഫൈ ചെയ്താണ് നമ്മൾ അമ്മീറ്ററും വോൾട്ട് മീറ്ററും ഒക്കെ ഉണ്ടാക്കുന്നത്. എന്താണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന മീറ്ററിൻ്റെ ഡെഫിനേഷൻ? കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ കറണ്ടും
സ്മോൾ കറണ്ട് ഓർ സ്മോൾ വോൾട്ടേജ്. ഇത് രണ്ടും അളക്കാൻ പറ്റുന്ന മീറ്ററിനെയാണ് നമ്മൾ ഗാലനോമീറ്റർ. ഓറ് കൊടുക്കരുത്, ശരിക്കും ആൻഡ് തന്നെയാണ് കേട്ടോ, ചെറിയ ഡിസൈൻ ചേഞ്ച് വേണമെന്നുള്ളൂ. ഇതിനാണ് നമ്മൾ ഗാലനോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയ കറണ്ടും വോൾട്ടേജ് അളക്കുന്ന മീറ്ററിനെയാണ് നമ്മൾ ബേസിക്കലി ഗാലനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഗാലനോമീറ്ററിനെ കൺവേർട്ട് ചെയ്താണ് നമ്മൾ ബേസിക്കലി എന്തുണ്ടാക്കുന്നത്, PMMC ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നേരത്തെ PMMCൻ്റെ കഴിഞ്ഞ ക്ലാസ്സിലെ ഡെറിവേഷനിൽ നമ്മൾ ഗാലനോമീറ്റർ കോൺസ്റ്റന്റ് വന്നു അല്ലേ. അപ്പം ഇതൊക്കെ തമ്മിൽ റിലേറ്റ് ചെയ്യാം. അപ്പം എല്ലാം ചെറുത്, ഇവിടെ ചെറുത് എന്നുള്ള വാക്ക് ഇവിടെ വന്നു അല്ലേ. ചെറിയ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വീക്ക് ഫോഴ്സ് എന്ന് പറയുന്ന വാക്ക് വന്നു, കണ്ടില്ലേ. സോ ഇതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് PMMCയിൽ എഡ്ഡി കറണ്ട് ഡാമിംഗ് ആണ് ഉപയോഗിക്കുന്നുള്ള കാര്യം കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കാം. ദിസ് ഇസ് ഹൗ യു ഹാവ് ടു ലേൺ ഇറ്റ്. ഓക്കെ, ബൈ ഹാർട്ട് പഠിക്കരുത്, തമ്മിൽ റിലേറ്റ് ചെയ്ത് പഠിക്കാം. യെസ്, സോ PMMC മീറ്ററിന്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സ്കെയിൽ ഓഫ് PMMC നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഹരി ഉണ്ടായിരുന്നല്ലോ, ഹരിചന്ദ്. സ്കെയിൽ ഓഫ് PMMC കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നോ ഹരി? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, വേറെ ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാർ? അരവിന്ദ്, ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് പറയാം. നോക്കുക, സ്കെയിൽ ഓഫ് PMMC എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. കുറേ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് യൂണിഫോം ആണ്. ഓക്കെ, ഈ കുറച്ചുകൂടി നിലവാരം കുറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അല്ലെ അവർ പറയും ലീനിയർ ആണ്. ഇത് രണ്ടും ശരിക്കും രണ്ടാണ്, പക്ഷെ ഇവിടെ രണ്ടിന്റെ കോൺടെസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഒന്നെങ്കിൽ സ്കെയിൽ ഓഫ് PMMC യൂണിഫോം ആണ്, ലീനിയർ ആണ്. എന്താണ് ഈ യൂണിഫോം, ലീനിയാരിറ്റി എന്നൊക്കെ പറഞ്ഞാൽ? ആക്ച്വലി നമ്മളൊരു ഡയൽ എടുക്കുകയാണെങ്കിൽ, ഈ ഡയലിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ 5ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് ഏകദേശം 10ഉം 15ഉം തമ്മിൽ വരിക. അതേപോലെ 15, 20, 25, ഇത് ഈ ഡിസ്റ്റൻസ് ഒക്കെ ഏകദേശം ഒന്നാണ് അല്ലേ. ഇവിടെ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ വ്യത്യാസം എന്തുകൊണ്ടാണ് ചെറിയതായിട്ട് അവിടെ കൂടുതൽ വരുന്നതെന്നുള്ള ഇപ്പം തന്നെ പറയാം. ഓക്കെ, അപ്പം ഇതാണ് ബേസിക്കലി യൂണിഫോം സ്കെയിൽ. യൂണിഫോം സ്കെയിൽ വരാനുള്ള കാരണം എന്താ വെച്ചാൽ കറണ്ട് പ്രൊപ്പോർഷണൽ ടു ഡിഫ്ലക്ഷൻ ആണ്. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്, കറണ്ട് പ്രൊപ്പോർഷണൽ ടു ഡിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഇവർ തമ്മിൽ നമുക്കൊരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ 2ന് 4, 3ന് ഇരട്ടിയാണ് 6, 4ന് 8, 5ന് 10, കണ്ടില്ലേ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ലൈക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് റേറ്റ് ഓഫ് ചേഞ്ച് 2ആണ്, ഇവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് 2ആണ്, ഇവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് 2ആണ്. ഇതെല്ലാം റേറ്റ് ഓഫ് ചേഞ്ച് 2 വരുന്നതുകൊണ്ടാണ് ഇവിടെ യൂണിഫോം ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? വേറൊന്നുമല്ല, കറണ്ട് പ്രൊപ്പോർഷണൽ ടു തീറ്റ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത മീറ്ററിൽ, മൂവിങ് അയൺ മീറ്ററിൽ ഇങ്ങനെയല്ല കഥ. മൂവിങ് അയൺ മീറ്ററിൽ കറണ്ടിൻ്റെ സ്ക്വയർ ആണ് പ്രൊപ്പോർഷണൽ ടു തീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാജുവേഷൻ വരയ്ക്കുന്ന സമയത്ത് 2ന് 4, 4ന് എത്ര വരും? അല്ല 3, 3ന് 9, 4ന് 16, 5ന് 25, ഇങ്ങനെ പോകും. അപ്പോൾ ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, MI മീറ്ററിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ, മൂവിങ് അയൺ മീറ്ററിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതിൽ. അപ്പോൾ അതിലെ ഗ്രാജുവേഷൻസ് നോക്കുകയാണെങ്കിൽ തുടക്കത്തിലൊക്കെ അടുത്തടുത്തായിരിക്കും, പക്ഷെ ദൂരേക്ക് പോകുന്നതോറും റീഡിങ് ഇങ്ങനെ കൂടി വരുന്നത്. അപ്പം ഇങ്ങനെ കൂടി വരുന്നതിന് നമ്മൾ ബേസിക്കലി എന്ത് പറയും? നോൺ യൂണിഫോം. ഓക്കെ, അതല്ലെങ്കിൽ നോൺ ലീനിയർ സ്കെയിൽ എന്ന് പറയും. ഓക്കെ, സോ ദിസ് ഇസ് ഇൻ ദ കേസ് ഓഫ് മൂവിങ് അയൺ മീറ്റർ ആണ്. മൂവിങ് അയൺ മീറ്റർ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? AC ആൻഡ് DC അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ACയും DCയും നമുക്ക് ഒറ്റ മീറ്റർ വെച്ച് അളക്കാൻ പറ്റും. PMMC വെച്ച് നമുക്ക് എന്ത് മാത്രമേ പറ്റുള്ളൂ? ഓൺലി DC മാത്രമേ അളക്കാൻ പറ്റുള്ളൂ. അത് യൂണിഫോം ആണ്, ലീനിയർ ആണ്. അപ്പം ഇനി അത് ആ ഭാഗം വരുന്ന സമയത്ത് കൃത്യമായിട്ട് പറയാം. യെസ്, നൗ അടുത്ത ക്വസ്റ്റ്യൻ, വൈ വി കനോട്ട് മെഷർ AC ഇൻ PMMC? നമ്മളൊരു PMMC മീറ്റർ എടുത്ത് അതിനകത്ത് AC കൊടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? കുറച്ചൊക്കെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലോജിക്കലായിട്ടുള്ള
ക്വസ്റ്റ്യൻസിലേക്ക് മാറി വരുന്നുണ്ട്. പി എസ് സി മാത്രമൊന്നുമല്ല, നിങ്ങളിപ്പം ഈ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് ജോലിയോ എൻട്രൻസോ അങ്ങനെയുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു വേറൊരു പാറ്റേണിലേക്ക് തന്നെ മാറി. ഇപ്പം നമ്മൾ KTUവിൻ്റെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഇല്ലേ, APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി, അവരെല്ലാം 2024 സ്കീമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളിപ്പോൾ ബിടെക് പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഈ ഒരു ഇയറോട് കൂടി കംപ്ലീറ്റ്ലി റിഫൈൻ ചെയ്തവർ. ഓക്കെ, അപ്പോൾ ഈ വർഷമൊക്കെ വരാൻ വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ലെവലാണ്. ഓക്കെ, കാരണം പഠിക്കാൻ ഒരു എന്താ പറയുക ടീച്ചർ ഇല്ലെങ്കിലും ഇന്ന് അത്രയും സോഴ്സസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ChatGPT ഒക്കെ നമ്മളെ വിരൽത്തുമ്പത്താണ്. സോ അത്ര എളുപ്പമാണ് ഒരു നോളജ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അത് ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലും അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ആണെങ്കിലും ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് ആക്ച്വലി ഐഡിയ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായ ആൾക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ഉറപ്പായിട്ട് മാറും. നിങ്ങളുടെ ഈ ഒരു പാറ്റേണിൽ എങ്ങനെയാണെന്ന് അറിയില്ല, എന്തായാലും 2-3 ഇയേഴ്സിൽ അങ്ങനെ മാറി വരും. അപ്പോൾ അതേപോലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി എന്തുകൊണ്ടാണ് നമുക്ക് AC അളക്കാൻ പറ്റാത്തത്. അപ്പം അതിന് കാരണം വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു മീറ്റർ ഗാലനോമീറ്റർ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കറണ്ട് കൊടുക്കുന്ന കോയിൽ വരയ്ക്കുകയാണ്. ഈ കോയിലൂടെ നമ്മളൊരു കറണ്ട് പാസ് ചെയ്യിപ്പിക്കുക ഈ ഡയറക്ഷനിൽ. അപ്പോൾ ഇത് നോർത്ത് പോൾ, ഇത് സൗത്ത് പോളുമായി. അപ്പോൾ ഇതൊരു ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് സർ. ഓക്കെ, എക്സ്ട്രീംലി സോറി കേട്ടോ, ഇവിടെ ഭയങ്കര പവർ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്, ഭയങ്കര മഴയൊക്കെയാണ് പുറത്ത്, അതുകൊണ്ടായിരിക്കാം. യെസ്, അപ്പം നമ്മൾ AC അളക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഈ പോയിന്റർ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഇപ്പം നിങ്ങൾ 10 വോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഗാലനോമീറ്റർ കറക്റ്റ് മിഡിലാണ് വരിക, പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും അതിന് റീഡിങ്സ് ഉണ്ടാവും. ഇപ്പം 5, 10, ഇത് 5, 10 ഇങ്ങനെയാണ് ഗാലനോമീറ്റർ ഉണ്ടാവുക. അപ്പോൾ ഇത് ഇങ്ങോട്ടും ഈ 2 ഡയറക്ഷനിലേക്കും 10 വോൾട്ട് കാണിച്ചുകൊണ്ടേയിരിക്കും, ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അത് ലോ ഫ്രീക്വൻസീൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ നമ്മൾ സപ്ലൈ ഫ്രീക്വൻസിയിലേക്കൊക്കെ എത്തുമ്പോൾ 50 ഹെർട്സിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരിക്കലും ഇത് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യില്ല. കാരണം എന്താ, ഒരു സെക്കൻഡിൽ 50 തവണ ഈ ഒരു പർട്ടിക്കുലർ പോയിന്ററിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, അയാൾ ഇനർഷ്യ അതിനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് 0 എന്ന് പറയുന്ന പോയിന്റിൽ അങ്ങനെ അറസ്റ്റഡ് ആയി നിൽക്കുക ചെയ്യാം. 0 എന്ന് പറയുന്ന പോയിന്റിൽ നിൽക്കും. കാരണം റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒരേ സമയത്താണ് ഇടപെട്ട് ഫോഴ്സ് വരുന്നത് എന്തുകൊണ്ട് 2 സൈഡിലേക്കും അത് പോകില്ല. റൈറ്റിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അത് ലെഫ്റ്റിലേക്കാവും. അപ്പം അങ്ങനെ അത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് മെഷർ AC ഇൻ PMMC. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇഫ് ദ ഫ്രീക്വൻസി ഈസ് ലോ, മേ ബി നിങ്ങൾക്ക് ചിലപ്പം വളരെ ലോ ഫ്രീക്വൻസി ആണെങ്കിൽ ഇത് ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ 2 കാര്യങ്ങളും പഠിച്ചു വയ്ക്കാം കേട്ടോ. ഏത് പോയിന്റാ പറയണ്ടേ? ഒരു മെഷർ ചെയ്യാൻ പറ്റാത്ത ഇത് തന്നെ ഈ ഒരു സംഭവം. മെഷർ ചെയ്യാൻ പറ്റാത്തത് പറഞ്ഞാൽ ലൈക്ക് നമ്മൾ AC കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്ററിൽ ഒരു ഡയറക്ഷനിലേക്ക് കറണ്ട് പോകുമ്പോൾ, AC എന്ന് പറഞ്ഞാൽ 2 ഡയറക്ഷനിലേക്കും കറണ്ട് പോകുന്നതിനാണ് നമ്മൾ ഓൾട്ടർനേറ്റ് കറണ്ട് എന്ന് പറയുന്നത് അല്ലേ. സപ്പോസ് ഈ ഡയറക്ഷനിലേക്കാണ് കറണ്ട് പോകുന്നതെങ്കിൽ നമ്മൾ ഇതിനെ ഒരു സപ്ലൈ സോഴ്സ് ആയിട്ട് കണക്ട് ചെയ്ത് ഈ ഡയറക്ഷനിലേക്ക് കറണ്ട് പോകുന്നതെങ്കിൽ ഇത് നോർത്തും ഇത് സൗത്തും ആവും. അപ്പോൾ ഇവിടെ പുറത്ത് വെച്ചിട്ടുള്ള മാഗ്നറ്റുമായിട്ട് റിപ്പൽ ചെയ്ത് അത് സപ്പോസ് ഒരു ഡയറക്ഷനിലേക്ക്, ഈ ഒരു ഡയറക്ഷനിലേക്ക് പോയി എന്ന് വിചാരിച്ചോ, അടുത്ത മൊമെന്റിൽ എന്തായി, കറണ്ടിന്റെ ഡയറക്ഷൻ മാറി. അപ്പോൾ ഇത് സൗത്തും ഇത് നോർത്തും ആയി. ആ സമയത്ത് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനായിരിക്കും അത് ശ്രമിക്കുന്നത്. അപ്പോൾ 2 സൈഡിലേക്കും മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അത് വളരെ ഉയർന്ന 50 ഹെർട്സ് പോലത്തെ വാല്യൂ ആയതുകൊണ്ട് 2 സൈഡിലേക്ക് അത് പോകില്ല. പകരം അത് എവിടെ അറസ്റ്റ് ചെയ്ത് നിൽക്കും, 0യിൽ തന്നെ അവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും 0ത്തിൽ തന്നെയായിരിക്കും നമ്മളെ മീറ്റർ നിൽക്കുക. മനസ്സിലായോ വിവേക്? മനസ്സിലായി. ഓക്കെ, വിവേക് ട്രാൻസ്ഫോമറിന് അടുത്ത് പോയി നിൽക്കുമ്പോൾ ഒരു ഹമ്മിങ് സൗണ്ട് കേട്ടിട്ടുണ്ടോ? ഒരു ഹമ്മിങ് സൗണ്ട് ട്രാൻസ്ഫോമറിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ. ആ ഹമ്മിങ് സൗണ്ട് എന്താന്ന് വെച്ചാൽ നോക്കുക, ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞു ഈവൻ ഈ ഒരു പോയിന്റർ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകില്ല എന്ന്.
പക്ഷെ വളരെ ചെറിയ ഡിസ്റ്റൻസ്, മേ ബി മൈക്രോമീറ്റേഴ്സ് അതെന്ത് ചെയ്യും, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകുന്നുണ്ട്. നമുക്ക് ഒരിക്കലും അത് കണ്ണുകൊണ്ട് കണ്ടു മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ ഒരു സ്ട്രോങ് വൈബ്രേഷൻ ഉണ്ടാവും. ആ സ്ട്രോങ് വൈബ്രേഷൻ എയർ മോളിക്യൂൾസിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അത് നമ്മളൊരു ഹമ്മായി കേൾക്കും. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഒരു ഹമ്മിങ് സൗണ്ട് കേൾക്കുന്നതിന് കാരണം വേറൊന്നുമല്ല, ആ ട്രാൻസ്ഫോമറിൽ കുറച്ച് ലൂസ്ലി ഫിറ്റഡ് ആയിട്ടുള്ള പാർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ മൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, ആ വൈബ്രേഷൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന സൗണ്ടാണ് ആക്ച്വലി ഈ ഒരു ഹമ്മിങ്. സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി എയർ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ അല്ലേ. എയർ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ആരെങ്കിലും വൈബ്രേറ്റ് ചെയ്യിപ്പിക്കണം അല്ലേ. ഒരു ഫ്ലൈ പറന്നു പോകുന്ന സമയത്ത്, ഒരു കൊതുകോ ഈച്ചയോ പറന്നു പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വിങ്സ് അത്രയും സ്പീഡിൽ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അതിന് സൗണ്ടായിട്ട് കേൾക്കുന്നതല്ല, അത് സൗണ്ട് ഉണ്ടാക്കുന്നതാണോ അല്ല, അതിന് ചെറിയെന്നാണ് സൗണ്ട് വരുന്നത്. ഓക്കെ, ഇതേപോലത്തെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഹമ്മിങ് സൗണ്ട് ആയിരിക്കില്ല നമ്മൾ അമേരിക്കയിൽ പോയി അവിടെയുള്ള ഒരു ട്രാൻസ്ഫോമറിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുക. അത് കുറച്ചുകൂടി ദൂരേക്ക് കേൾക്കാൻ പറ്റുന്ന വേറൊരു ടൈപ്പ് സൗണ്ട് ആയിരിക്കും അവിടെ. കാരണം അവിടെ ഉപയോഗിക്കുന്ന എത്ര ഹെഡ്സാണ്, 60 ഹെഡ്സ് ആണ്. അപ്പോൾ അതുണ്ടാക്കുന്ന സൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ജസ്റ്റ് കണക്ട് ചെയ്ത് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഓക്കെ ആണോ? മെസ്സേജിലെങ്കിലും ഒന്ന് കൺവേ ചെയ്യൂ. കാരണം ദിസ് ഇസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വൈ വി കനോട്ട് മെഷർ AC in PMMC. ഓക്കെ, സോ it is nothing like we cannot measure. You look at the frequency. ഓക്കെ, ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ നടക്കില്ല എന്നേ ഉള്ളൂ. ഫ്രീക്വൻസി കുറവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ മീറ്റർ എന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും. യെസ്, നൗ സീ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്, വായിച്ചു പഠിക്കുക. അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മൾ ഇടയ്ക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് സമ്മറൈസ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.